തീയില്ലാതെ പുകയുണ്ടാകുമോ? അങ്ങനൊരു അക്കൗണ്ട് ഉണ്ടോ? ഉണ്ട്, ഇപ്പോൾ ഹാജരായിക്കോട്ടെ, ഞങ്ങൾ മറുപടി പറയാം. കേരളത്തിൽ ഇപ്പോൾ CPM-നെ കുറിച്ചും മുഖ്യമന്ത്രിയെക്കുറിച്ചും മകളെക്കുറിച്ചും മരുമകനെക്കുറിച്ചും പാർട്ടിയെക്കുറിച്ചും ആർക്കും എന്തും എഴുതാം, ആർക്കും ഏത് നുണയും പറയാം. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ കൈ കെട്ടുമെന്ന് കേട്ടോണം. ഞങ്ങളാരെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിന്ന് മറുപടി പറഞ്ഞു പോയാൽ നിങ്ങളുടെ ധാർഷ്ട്യം കേട്ടോ, ധിക്കാരം കേട്ടോ. ഞങ്ങളെല്ലാം അവകാശമുള്ളവരാ. ഞങ്ങൾ എന്തു നുണയും പറയും, ഞങ്ങൾ എന്ത് കൂടോത്രം. അങ്ങനെയല്ല ശ്രീ, ഈ പാർട്ടിയെ കുറിച്ച് നുണ പറഞ്ഞിട്ട് എന്താണ് കാര്യം? ശ്രീ കെ അനിൽകുമാർ തെരഞ്ഞെടുപ്പിന് മുൻപും ഇതേ രീതിയിലുള്ള ന്യായീകരണങ്ങളുടെ ഘോഷയാത്രയായിരുന്നു വന്നത്. പക്ഷേ അതൊന്നും ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നതിന് തെളിവാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതും. ഒരു കാര്യം അത് തന്നെയാണ്, ഇപ്പോഴും നിങ്ങൾ ഇത് ആവർത്തിക്കുകയാണ്. ഈ പാർട്ടിയിൽ ഒരു ചർച്ചയും ഇതേക്കുറിച്ച് നടന്നിട്ടില്ല, ഒരു പരാതിയും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് പറയുകയാണ്, പാർട്ടിയിൽ അങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ് പോലും ആ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. തൻ്റെ പേര് വലിച്ചിഴയ്ക്കുന്നതിനെതിരെ അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിനെന്താണ് നിങ്ങൾ പറയുന്നത് പോലെ തെളിവില്ല. അതിനെന്താണ് കാരണമെന്ന് പറയാമോ? ആ തെളിവ് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇരുമ്പ് മറ അവിടെ തീർത്തു കഴിഞ്ഞു. ആ പരാതി അവിടെ നിന്ന് പുറത്തേക്ക് വരില്ല എന്ന കാര്യം ഉറപ്പാക്കിയതിന് ശേഷമാണ് താങ്കൾ ഈ ആത്മവിശ്വാസത്തോടെ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇന്നലെ MV ഗോവിന്ദന് ഈ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. ആ പരാതിക്കാരിയിൽ, ആ പണം നൽകിയവരിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഈ വിവരം മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നായപ്പോഴേക്കും അതിൽ മാറ്റം വന്നിരിക്കുകയാണ്. അത് നിങ്ങളുടെ പാർട്ടിയുടെ ഇരുമ്പ് മറ. അതിന് എവിടെ പരാതി? ആരാണ് പരാതി കൊടുത്തത്? പാർട്ടിയെ പ്രതിരോധത്തിലാക്കുവാൻ വരുമ്പോൾ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കുമോ? ഇതെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് സാർ. അല്ലായിരുന്നെങ്കിൽ പാർട്ടി സെക്രട്ടറിക്ക് തന്നെ ഇന്നലെ ആത്മവിശ്വാസമില്ലാത്ത ആ വാക്കുകൾ പറയാൻ തോന്നുകയില്ലായിരുന്നു. മുഖ്യമന്ത്രിക്ക് നിയമസഭയിലും ആ രീതിയിൽ സംസാരിക്കുവാൻ തോന്നുകയില്ലായിരുന്നു. ചില നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന രീതിയിലല്ലേ, ഞാൻ കൃത്യമായിട്ട് മറന്നുപോയി, വേണമെങ്കിൽ ഞാനത് എടുത്ത് കേൾപ്പിക്കാം. ഇന്നലത്തെ അങ്ങനെയല്ലേ മുഖ്യമന്ത്രിയും നിയമസഭയിൽ പറഞ്ഞത്? ഒരു കാര്യം വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞ ഒരേ വാചകങ്ങളാണ്. കൃത്യമായിട്ട് പറയാം, കേരളത്തിലെ PSC-യിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് നിയമിച്ച ആരെക്കുറിച്ചെങ്കിലും പരാതിയുണ്ടോ? അവരുടെ ഏതെങ്കിലും പ്രവർത്തനത്തെക്കുറിച്ച് പരാതിയുണ്ടോ? അതാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. എന്നിട്ട് ഈ PSC മെമ്പർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ആർക്കെന്ത് പരാതി ഉണ്ടെങ്കിലും ഞങ്ങൾ അന്വേഷിക്കും. സർക്കാരിന് മറയ്ക്കാനൊന്നുമില്ല, പാർട്ടിക്ക് മറയ്ക്കാനൊന്നുമില്ല. ഇപ്പോൾ ഒരു വനിതാ ഡോക്ടറുടെ കാര്യം പറഞ്ഞു, ആരാണെന്ന് വെളിപ്പെടുത്തിക്കോട്ടെ, അവർ സമൂഹത്തിന് മുന്നിൽ വരട്ടെ. ഏതെങ്കിലും വിഷയങ്ങൾ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് കൃത്യമായി മറുപടി പറയും. അങ്ങനെ ഒരാളില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പിന്നെ പോലീസ് കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തത്? അപ്പോൾ ചോദിക്കും ആരുടെ മൊഴിയെടുത്തു എന്ന്. ആരുടെ മൊഴിയെടുത്തു? ആരുടെ മൊഴിയെടുത്തു? പ്രതീക്ഷ ചോദ്യമാണ്. ആരുടെ മൊഴിയെടുത്തു? ഞാൻ മനസ്സിലാക്കിയില്ല. ഞാൻ മനസ്സിലാക്കാത്ത കാര്യം എന്ത് ചെയ്യും? പോലീസ് മൊഴിയെടുത്ത് നിങ്ങൾ പറഞ്ഞ ആരുടെ മൊഴി? ഞാനൊന്ന് പറഞ്ഞോട്ടെ. നോക്കൂ അനിൽകുമാറെ, അങ്ങയുടെ അസാമാന്യമായ തൊലിക്കെട്ടി അത് ഞാൻ പ്രണാമം അർപ്പിക്കുകയാണ്. കാരണം അങ്ങയെപ്പോലെയുള്ള ഒരാൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ചാണ്ടി ഉമ്മൻ്റെ വിജയം ഇത്ര അനായാസമായത്. ഈ കഴിഞ്ഞ 18 സീറ്റിലും അങ്ങേപ്പോലെയുള്ള ന്യായീകരണ തൊഴിലാളികളുടെ ന്യായീകരണം കേട്ടുകൊണ്ടാണ് ജനങ്ങൾ ഞങ്ങൾക്ക് കലവറയില്ലാതെ പിന്തുണ തന്നത്. അതുകൊണ്ട് അങ്ങ് ഇനിയും അപങ്കുരം ഇതുപോലെ ന്യായീകരണവുമായി തന്നെ മുന്നോട്ട് പോകണം. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് അങ്ങ് നിർബാധം മുന്നോട്ട് പോകണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ അങ്ങ് പറഞ്ഞൊരു കാര്യം, അങ്ങ് പറഞ്ഞ കൂടോത്രത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങ് കൂടോത്രത്തെക്കുറിച്ച് ഒരു കടലാസ് കിട്ടിയപ്പോൾ അന്വേഷിച്ചു. എന്തേ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പരാതി കിട്ടിയല്ലോ, എന്താ അന്വേഷിക്കാത്തത്? എന്താ നിങ്ങൾ അന്വേഷണത്തിൽ CBI ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാത്തത്? എന്താ പോലീസിനെ ഏൽപ്പിക്കാത്തത്? എന്താ FIR ഇടാത്തത്? അപ്പോൾ അന്വേഷണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ ആകാം, ഇത് നിങ്ങൾക്ക് നടത്തിക്കൂടാ. പിന്നെ അങ്ങക്കും അങ്ങയുടെ മുഖ്യമന്ത്രിക്കും ഇപ്പോൾ എന്താ ധൈര്യം കിട്ടിയത്? ഇന്നലെ എന്താ പാർട്ടി സെക്രട്ടറിക്ക് ധൈര്യം കിട്ടാഞ്ഞത്? ഇന്ന് അങ്ങയുടെ മരുമോന്റെ വേണ്ടപ്പെട്ടവരായ സ്ഥലം വിൽപ്പന നടത്തുന്ന ഭൂമാഫിയയുടെ ആളുകൾ ഇവരെ അങ്ങ് പൊക്കി. ഇവരിപ്പോൾ അവരുടെ കസ്റ്റഡിയിലാണ്. അവരൊന്നും പറയാൻ കഴിയില്ല. ഒരു മാധ്യമ പ്രവർത്തകർക്കും ഒരു ബൈറ്റും കിട്ടില്ല. ഒരു പരാതിയും അവരുടേതായി പുറത്തു വരില്ല എന്ന് അങ്ങേക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഈ ഇരുമ്പ് മറക്കുള്ളിൽ അവരെ ഇരുത്തിയതിനു ശേഷം അങ്ങിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു സംശയം വേണ്ട, സത്യത്തിന്റെ മുഖം
അത് സത്യസന്ധമായ മുഖം പുറത്തു വരിക തന്നെ ചെയ്യും. വലിയ ആധികാരികമായിട്ടാണോ താങ്കൾ പറയുന്നത് ശ്രീ നിയാസ്? ഇങ്ങനെ നടന്നിട്ടുണ്ടെന്നാണോ? രണ്ടാമത്തത് അല്ല, ഞങ്ങൾ പറയാം. സതീശൻ പറയുന്നത് ഇരുമ്പ് മറയില്ല, മൊഴി ഇന്നലെ തന്നെ എടുത്തു. നിയാസ് പറയുന്നത് മാഫിയ ഉണ്ടാക്കിയ ഇരുമ്പ് മറ, അതുകൊണ്ട് മൊഴി എടുക്കാൻ പറ്റുന്നില്ല. CPM-ന്റെ ഇരുമ്പ് മറ, CPM-ന് ഇരുമ്പ് മറയില്ലെന്ന് മൊഴി എടുത്തു എന്നല്ലേ സതീശൻ പറയുന്നത്. അപ്പൊ അവര് തമ്മിലൊരു തീരുമാനം ഇപ്പൊ തന്നെ പറയണം. എന്താണ് നിയാസ് പറഞ്ഞു? അവരെ പുറത്തേക്ക് വിടും. ഇതൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായി മനസ്സിലാകും. നേരം പുലരുന്ന് കരുതി വെളുക്കോളം കക്കാറങ്ങരുത്. എന്തു നുണ പറഞ്ഞാലും ചെലവാകുമെന്ന് കരുതി ചെലവാക്കാൻ ഇറങ്ങരുത്. ജനങ്ങൾ കാണട്ടെ. നിങ്ങൾ കാണിച്ചോ? ഇന്നലെ പോയി മൊഴിയെടുത്തല്ലോ, ഞങ്ങളാരും തടഞ്ഞിട്ടില്ലല്ലോ. സതീശൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചെലവായല്ലോ, മതി. സതീശൻ അത് നിങ്ങൾ ചെലവാക്കിയത് എത്രത്തോളം നമുക്കറിയാമല്ലോ. അതൊക്കെ കാണാം. ഇതൊക്കെ നാട്ടുകാർക്ക് നന്നായിട്ട് മനസ്സിലാവും, നിങ്ങളുടെ ഈ കള്ളത്തരമൊക്കെ. സതീശൻ ആരുടെ മൊഴിയെടുത്തു എന്നാണ് നിയാസ് പറയുന്നത്? അത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ. സതീശൻ ആരുടെ മൊഴിയെടുത്ത കാര്യം ഇന്നലെ മൊഴിയെടുത്ത കാര്യമാണ് നിയാസ് ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ തീർപ്പാക്കുക. ഞങ്ങൾക്കിതിൽ പങ്കില്ല. കൂടോത്ര കമ്മിറ്റിക്കാരങ്ങ് തീർത്താൽ മതി. നിയാസ് മറുപടി. നോക്കൂ, എൻ്റെ പ്രിയപ്പെട്ട അനിൽകുമാറെ, ഇത് കുറേ കാലമായില്ല പറയാൻ തുടങ്ങിയിട്ട്. സ്പ്രിംഗ്ലർ കേസിൽ ഹൈക്കോടതി വിധി എന്തായിരുന്നു അനിൽകുമാറെ? രമേശ് ചെന്നിത്തലയെ തൂക്കിലിടാനാണെന്നോ വിധി? സ്പ്രിംഗ്ലർ കേസിൽ നിങ്ങൾ എന്തെല്ലാമായിരുന്നു പറഞ്ഞത്? ഈ അനിൽകുമാർ ആയിരുന്നല്ലോ പ്രധാനമായ ന്യായീകരണ തൊഴിലാളി, കൂടത്തെ റഹീമും ഉണ്ടായിരുന്നു. എന്തായിരുന്നു വിധി? ബ്രൂവറി അഴിമതി കേസിൽ വിധി എന്തായിരുന്നു അനിൽകുമാറെ? മുഖ്യമന്ത്രിയെ അങ്ങ് വെള്ളപൂശിയിട്ടായിരുന്നു വിധി വന്നത്. എന്താ മിണ്ടാത്തത്? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചെന്നൈയിൽ പോയി തലയിൽ മുണ്ടിട്ട് പോയത് അത് സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ്. റദ്ദാക്കേണ്ടി വന്നല്ലോ അതാണ് പഴയ കാര്യമാണ്. എന്നാലും കഴിഞ്ഞ സർക്കാരിന്റെ കാലമാണ്. പക്ഷേ ഹൈക്കോടതി കേസുണ്ടോ? റദ്ദാക്കിയല്ലോ ആ തീരുമാനം. റദ്ദാക്കേണ്ടി വന്നല്ലോ. ഞങ്ങൾ പിന്നോട്ട് പോകുന്നത് അഫിഡവിറ്റ് കൊടുത്തു. ഹൈക്കോടതിയിൽ കേസില്ല. ഞാനൊരു കാര്യം പറയാം. അതിൽ നിന്ന് പിറകോട്ട് പോയി. അതൊക്കെ ഇടപാടുകൾ നിങ്ങൾ മാളത്തിലൊഴിച്ചു. നാട്ടുകാർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. കേക്ക് ഞാൻ പറയാം, വെപ്രാളപ്പെടണ്ട. എന്നെ അനിൽകുമാറെ, നിങ്ങള് വിരളി പിടിക്കണ്ട. ഇനിയുള്ള 2 കൊല്ലം നിങ്ങൾ വിരളി പിടിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഫിക്സ് ഇളകും, ഉറപ്പാണ്. നിങ്ങൾക്ക് ഇനി വിരളി പിടിച്ച് ഫിക്സ് ഇളകും. അത് ന്യായീകരണ തൊഴിലാളികൾക്കൊക്കെ ഉണ്ടാകാൻ പോണ അവസ്ഥയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞു ചെന്നൈയിൽ തലയിൽ മുണ്ടിട്ട് നിങ്ങളുടെ വീണമോള് പോയത് ഓർമ്മയുണ്ടല്ലോ. അല്ല, ഇദ്ദേഹം ആരാപ്പോ? അദ്ദേഹം പറയട്ടെ. ഞാൻ തൊഴിലാളിയാന്ന് പറഞ്ഞാൽ അഭിമാനിക്കുകയാണ് കേട്ടാ. പണിയെടുത്ത് ജീവിക്കുന്നതിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. പണിയെടുത്ത് ജീവിക്കുന്നതിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. തൊഴിലാളി എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ള അഭിമാനമാണ് കേട്ടാ. ആയിക്കോട്ടെ. നിങ്ങളെ പോലെയുള്ള ആളുകൾ ഇവിടെ തുടരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങ് ഈ പണി നിർത്തരുത്. തുടരണം. അങ്ങനെ കേരളത്തിലെ 140 സീറ്റുകളിലും ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. അതിന് അങ്ങയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. അങ്ങ് ഈ പണി തുടരണം. അങ്ങ് ഈ ന്യായീകരണം തുടരണം. ഞാനൊരു കാര്യം അനിൽകുമാറിനോട് പറയാം. അനിൽകുമാറെ, ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാ തീരുമാനിക്കപ്പെട്ട ഒരാളല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ചെന്നൈയിൽ മോൻസൺ മാവുങ്കൽ അല്ലല്ലോ പോയത്. ചെന്നൈയിൽ നിങ്ങളെ പുന്നാര മകൾ വീണമോള് പോയല്ലോ. എന്തിനാ പോയത്? ഷോപ്പിങ്ങിന് പോയതായിരുന്നോ? എന്തിനാ പോയത്? ഞങ്ങൾ ആരും വിളിപ്പിച്ചിട്ടല്ലോ പോയത്. തലയിൽ മുണ്ടിട്ട് പോയല്ലോ. അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ലാവ്ലിൻ കേസ് കോടതിയിൽ ഉണ്ടല്ലോ. അതിങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിനു വേണ്ടിയുള്ള ഏർപ്പാടുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ.
രാഹുൽ ഇതൊക്കെ ആരാ ഗാന്ധി ചെയ്തത്? അമ്മയും കൂടെ പോയതിനാ? രാഹുൽ നിങ്ങൾ ഗാന്ധി വലിയ അമ്മയും കൂടെ പോയത്? പവിത്രതയുള്ള രാഹുൽ വലിയ ഗാന്ധി അമ്മയും കൂടെ വലിയ പോയത് എവിടെയായിരുന്നു? സത്യത്തിന്റെ പ്രതീകമായി രാഹുൽ പോവാണ്. ഗാന്ധി അമ്മയും കൂടെ പോയത് എവിടെയാ? ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഞങ്ങൾ രാഹുൽ ഞങ്ങൾ ഗാന്ധി പോയല്ലോ, അമ്മയും കൂടെ പോയത് ഞങ്ങൾ തലയിൽ എവിടെയായിരുന്നു? മുണ്ടിടാതെ പോയത്, ഞങ്ങൾ തലയിൽ അതെ, മുണ്ടിടാതെ രാഹുൽ പോയത്, ഗാന്ധി ഞങ്ങൾ അമ്മയും കൂടെ മാധ്യമങ്ങളുടെ പോയതല്ലോ. മുമ്പാകെ പോയത്. 50 മണിക്കൂർ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തു. ഞങ്ങൾ പലയിൽ മുണ്ടിട്ട് അതെ, അതെ, അതെ. ഒളിച്ചും ഏത് പാത്തും കേസില്? പതുങ്ങിയും പോയില്ല. ഞങ്ങൾ അഴിമതി പരസ്യമായിട്ടാ കേസില്. പോയത്. അഴിമതി കേസില്. ജനങ്ങളുടെ സാക്ഷി നിർത്തി മാധ്യമങ്ങളെ സാക്ഷിച്ചാ പോയത്. വീണ ഒരു കേസിലും ഞങ്ങൾക്ക് പ്രതിയല്ല ഒളിക്കാനൊന്നുമില്ല. നിയാസെ നിങ്ങളുടെ നിയാസെ പുന്നാര ഒരു കാര്യം ഒളിക്കാനുണ്ട്. പി എം നിയാസ് ഒരു അതുകൊണ്ട് കാര്യം പാത്തും ഇക്കാര്യത്തിൽ പതുങ്ങിയും സി പി എമ്മിന് ഒരു എഡ്ജ് കിട്ടുന്നത് ഒരു പരാതിയും ഇല്ല, ഇനി തെളിയിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നുള്ള വെല്ലുവിളി അവർ നടത്തുന്നതാണ്. ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ, അതും ചിലപ്പോൾ അനിൽകുമാർ നിഷേധിക്കുമായിരിക്കും. സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ജില്ലാ നേതൃത്വത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം മന്ത്രി തന്നെ ഇക്കാര്യം, മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ ഇക്കാര്യം തന്നെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ പരാതിയായിട്ട് കൊടുത്തതാണ്. പക്ഷേ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല എന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു വിലയിരുത്തൽ. ഇതും പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്ന വിവരങ്ങളാണ്. റിയാസ് ഇതിനോടുള്ള പ്രതികരണം, നിയാസ് ഇതിനോടുള്ള പ്രതികരണം, താങ്കൾ പറഞ്ഞത് ഒരുപാട് കടത്തിയാണ്. പാർട്ടി തന്നെ ഇവരെ തടങ്കലിൽ വെച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ താങ്കൾ കൊണ്ടെത്തിച്ചത്, അതായത് പരാതി പുറത്തു വരാതിരിക്കാനെന്ന്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കകത്ത് ഇക്കാര്യത്തിൽ രണ്ട് തട്ടുണ്ടായിരുന്ന കാര്യത്തിൽ സംശയമില്ല. അവർ തന്നെ അതിലൊരു വിഭാഗം ഇത് പുറത്തേക്ക് വിടുന്നു, ഒരു ഭാഗം ഇത് അടക്കി പിടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഇത് പുറത്തേക്ക് വരുമല്ലോ നിയാസ്, നമുക്ക് കാത്തിരുന്ന് കാണാമല്ലോ അല്ലേ? അല്ല, റിയാസ് ഇന്നലെ പറഞ്ഞത് തുടർച്ചയായി എന്നെ ടാർഗറ്റ് ചെയ്യുന്നു, അതിൻ്റെ കാരണം അറിയാമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ഒരു കോക്കസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇനി റിയാസ് അത് പറഞ്ഞിട്ടില്ല എങ്കിൽ റിയാസ് പറയട്ടെ, എന്നെ ടാർഗറ്റ് ചെയ്യുന്നില്ല, ഇതെല്ലാം ആരോപണങ്ങൾ സത്യസന്ധമാണ്, ഇവിടെ ഒരു കോക്കസുമില്ല, ഇവിടെ കോക്കസ് ഇല്ലാത്ത നല്ല കമ്മിറ്റിയാണ് കോഴിക്കോട് നടക്കുന്നതെന്ന് റിയാസിനെ കൊണ്ടൊന്ന് പറയിപ്പിച്ചാൽ പോരാ അനിൽകുമാറെ? എന്തിനാ ഇങ്ങനെ ന്യായീകരിച്ച് കുഴപ്പമാവുന്നത്? ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പറഞ്ഞാൽ അത് രണ്ട് രീതിയിൽ, താങ്കൾ പറയുന്നത് അത് എങ്ങനെ ഒരു രീതിയാവുക?